ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ്റെ കുറെ പ്രോബ്ലംസ് ചെയ്തല്ലേ? കുഴപ്പമില്ലല്ലോ മെയിൻ്റെ പ്രോബ്ലം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു അല്ലേ, സെൻട്രൽ വാല്യൂ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ഏതൊക്കെയാണ് റെപ്രസെന്റേറ്റീവ് വാല്യൂസ്? ഒന്ന് അരിത്മെറ്റിക് മീൻ, അത് നമ്മൾ പഠിച്ചു, കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് മീഡിയൻ, തേർഡ് വൺ മോഡ്. അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് അരിത്മെറ്റിക് മീനിലാണ്. മീൻ ആണ് കുറച്ച് ടഫ് ആയിട്ടുള്ള പ്രോബ്ലം വരുന്നത്. മീഡിയനും മോഡും മാത്രം ടഫ് ഒന്നുമല്ല, കുറച്ച് ഈസി ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? മീഡിയൻ. പേജ് നമ്പർ 65 എടുത്തോ? ഓക്കെ, അതിനകത്ത് മീഡിയന്റെ തൊട്ട് താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. The median is the middle value of a set of observations arranged in their ascending or descending order. That's all about median. Median എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്ത്? നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. ആദ്യം കുറെ ഒബ്സർവേഷൻസ് ഉണ്ടാവല്ലോ, ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. എന്നിട്ട് അതിന്റെ കറക്റ്റ് മിഡിലിൽ വരുന്ന വാല്യൂ, that will be the median of that observation. അത്രേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. എളുപ്പമല്ലേ? അല്ലേ? അതിന്റെ മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. Median of an ungrouped data. Arrange the given data in ascending or descending order of magnitude. തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ബേസിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. Determine the total number of observations, say n. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് നോക്കുക. എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ ഈവൻ നമ്പർ പറയാലോ, എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ n+1/2th ഒബ്സർവേഷൻ, അതായത് കറക്റ്റ് സെന്ററിൽ കിടക്കുന്ന വാല്യൂ. n+1/2th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് എന്താ ഇവിടെ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര എണ്ണം ഉണ്ട്, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നാണ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്ന വാല്യൂ n+1/2th ഒബ്സർവേഷൻ, അതായത് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ 9 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, എന്ന് പറയുന്നത് 9 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഒബ്സർവേഷന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ n+1/2, അതായത് 9+1/2th ഒബ്സർവേഷൻ, അതായത് 9+1/2 എന്ന് പറയുമ്പോൾ 10+1/2, 5th ഒബ്സർവേഷൻ ആയിരിക്കും അതിന്റെ മീഡിയൻ. എക്സാമ്പിൾ നോക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത്? തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക, എന്നിട്ട് അതിന്റെ കറക്റ്റ് മിഡിലുള്ള വാല്യൂ ആണ് മീഡിയൻ. ഇപ്പൊ കുറച്ച് ഒബ്സർവേഷൻസ് തന്നു. 5, 48, 36, 54, 85, 25, 94, 12, 1, 2, 3, 4, 5, 6, 7, 8, 45. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം നമുക്ക്, അല്ലെ? അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ 5 കഴിഞ്ഞാല് 12, 12 കഴിഞ്ഞാല് 25, 25 കഴിഞ്ഞാല് 36, 36 കഴിഞ്ഞിട്ട് 45, 45 കഴിഞ്ഞിട്ട് 48, 48 കഴിഞ്ഞിട്ട് 54, 54 കഴിഞ്ഞാല് 85,
85 കഴിഞ്ഞിട്ട് 94. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇവിടെ 9 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ? ഇതിന്റെ കറക്റ്റ് സെന്ററിലുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 9 ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ n is equal to 9. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നാണ് n എന്ന് പറയുന്ന ലെറ്റർ. n is equal to 9. ഇനി മീഡിയൻ is equal to n plus 1 by tooth value. n plus 1 by tooth value. n plus 1 എന്ന് പറഞ്ഞാൽ ഇവിടെ n 9 ആണ്. അപ്പൊ 9 plus 1 by 2 equal to 10 by 2 equal to 5. അതായത് 5 അല്ല ഇതിന്റെ മീഡിയൻ, ഫിഫ്ത്ത് വാല്യൂ. ഫിഫ്ത്ത് വാല്യൂ എന്ന് പറയുമ്പോൾ 1 2 3 4 5 45 ആയിരിക്കും ഇതിന്റെ മീഡിയൻ. എങ്ങനെ എന്നായത് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, ടോട്ടൽ എത്ര നമ്പർ ഇവിടെ ഉണ്ട് നോക്കുക. എത്ര ഒബ്സർവേഷൻസ് നോക്കുക. ഇവിടെ 9 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെ? 9 ഒബ്സർവേഷനിലെ കറക്റ്റ് സെന്റർ വാല്യൂ അല്ലേ 45 അല്ലെ? 45ന്റെ റൈറ്റിലേക്ക് 4 വാല്യൂ ഉണ്ട്, ലെഫ്റ്റിലേക്കും 4 വാല്യൂ ഉണ്ട്. ഇനിയിപ്പോ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാലും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയാലും കറക്റ്റ് സെന്റർ വാല്യൂ 45 ആയിരിക്കും. കറക്റ്റ് സെന്റർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഏത് ഇക്വേഷൻ? മീഡിയൻ ഈസ് ഈക്വൽ ടു n plus 1 by tooth value. അതായത് എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതിനോട് 1 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന നമ്പർ എത്രാമത്തെ ആണോ ആ നമ്പറിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. അത്രാമത്തെ പൊസിഷനിൽ വരുന്നത്. അതായത് ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് വാല്യൂ ആണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ n is equal to 9 ആണ് അല്ലേ? ഇവിടെ n is equal to 9 ആണ്. ഇനി n is equal to 10 ആണെങ്കിലോ? അതായത് 10 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലോ? 12 52 45 85 96 32 48 24 1 2 3 4 5 6 7 8 34 71. ഇവിടെ 10 ഒബ്സർവേഷൻ ഉണ്ട് ഇല്ലേ? 10 ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ 10 ഒബ്സർവേഷൻസിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. 10 ഒബ്സർവേഷൻസിന്റെ മീഡിയൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഇതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ 12 24 32 34 കഴിഞ്ഞാൽ 45 കഴിഞ്ഞാൽ 48 കഴിഞ്ഞിട്ട് 52 കഴിഞ്ഞു 60 ഇല്ല 71 കഴിഞ്ഞു 85 കഴിഞ്ഞിട്ട് 96 2 3 4
5, 6, 7, 8, 9, 10. ഓക്കെ, 10 വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മീഡിയന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Median is equal to n plus 1 by 2th value. N plus 1 by 2 അല്ല, n plus 1 by 2th value. ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? അപ്പൊ 10 plus 1 by 2 നമുക്ക് എടുക്കാം. 10 plus 1 by 2 എത്ര കിട്ടും? 11 by 2 എന്ന് കിട്ടും. 11 by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 11 by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5.5 അല്ലേ? അല്ലേ? 5.5 എന്ന് പറഞ്ഞാല് ആ നമ്പർ എവിടെയായിരിക്കും വരിക? 5.5 എന്ന് പറഞ്ഞാൽ ആ നമ്പർ എവിടെയായിരിക്കും വരിക? 5ന്റെയും 6ന്റെയും ഇടയില് അല്ലേ? അഞ്ചാമത്തെ വാല്യൂന്റെയും ആറാമത്തെ വാല്യൂന്റെയും ഇടയിലായിരിക്കും അത് വരിക അല്ലേ? ആണോ? ഇതിന്റെ കറക്റ്റ് സെന്റർ എവിടെയാ? ഇതിന്റെ കറക്റ്റ് സെന്റർ എന്ന് പറയുമ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കറക്റ്റ് സെന്റർ എന്ന് പറയുമ്പോ എവിടെ വരും? ഇവിടെ വരും അല്ലേ? ആണോ? ഇങ്ങോട്ട് 5 വാല്യൂ, ഇങ്ങോട്ടും 5 വാല്യൂ. അപ്പൊ കറക്റ്റ് സെന്റർ എന്ന് പറയുമ്പോ ഇത് അഞ്ചാമത്തെ വാല്യൂ, ഇത് ആറാമത്തെ വാല്യൂ. കറക്റ്റ് സെന്റർ നമ്മൾ മീഡിയൻ n plus 1 by 2th വാല്യൂ എന്ന് പറയുമ്പോൾ 10 plus 1 by 2, 11 by 2, 5.5. 5.5 എന്ന് പറയുന്നത് 5ന്റെയും 6ന്റെയും ഇടയിലല്ലേ 5.5 അല്ലേ? പിടിയിട്ടില്ല, മനസ്സിലായില്ല? ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായി, കുഴപ്പമില്ല. ഓഡ് നമ്പർ ആണെങ്കിൽ ആ നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ നമ്പർ കിട്ടുന്നത് അത്രാമത്തെ പൊസിഷനിലുള്ള ഒബ്സർവേഷൻ ആയിരിക്കും മീഡിയൻ. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ മിസ് എല്ലാ നമ്പറും ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം കറക്റ്റ് സെന്ററിൽ കിട്ടണമെങ്കിൽ നമുക്ക് 2 പോർഷൻ ആക്കണ്ടേ? കറക്റ്റ് സെന്റർ വാല്യൂ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2 പോർഷൻ ആക്കിയാലല്ലേ കറക്റ്റ് സെന്റർ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ 10 വാല്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഉള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന്റെ കറക്റ്റ് സെന്ററിലുള്ള വാല്യൂ കണ്ടുപിടിക്കണം. സെന്റർ വാല്യൂവിനെയാണ് നമ്മൾ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന്റെ സെന്റർ വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അറേഞ്ച്മെന്റില് 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ സെന്റർ വാല്യൂ എന്ന് പറയുമ്പോ കറക്റ്റ് ഒരു ഫിഗർ നമുക്ക് കിട്ടില്ല. 9 വാല്യൂസ് ഈ ഓഡ് നമ്പർ വാല്യൂസ് ആണെങ്കിൽ കറക്റ്റ് സെന്റർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ 10 വാല്യൂസ് അല്ലെങ്കിൽ 12 വാല്യൂസ് അല്ലെങ്കിൽ 8 വാല്യൂസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് സെന്റർ ഫിഗർ നമുക്ക് കിട്ടില്ല. കറക്റ്റ് സെന്ററിൽ വരുമ്പോൾ രണ്ട് ഫിഗേഴ്സ് വരും. കറക്റ്റ് സെന്ററിലാണെങ്കിൽ ഇത് രണ്ടെണ്ണവും വരും അല്ലെ? സെന്ററിലുള്ള വാല്യൂ എടുക്കണമെങ്കിൽ കറക്റ്റ് സെന്ററിൽ ഈ 2 വാല്യൂ വരില്ലേ? വരുമല്ലോ. വരുമോ? വരും.
അങ്ങനെയാകുമ്പോ അതിന്റെ ആവറേജ് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് നടുക്ക് വരുന്ന രണ്ട് വാല്യൂസിന്റെ മീൻ കണ്ടുപിടിച്ചാൽ മതി. നടുക്ക് വരുന്ന രണ്ട് വാല്യൂസിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കും? നടുക്ക് വരുന്നത് ഇപ്പൊ 45 48. 45 plus 48 divided by 2 equal to 45 plus 48 എത്രയാണ്? 1393 by 2 is equal to 93 by 2 എന്ന് പറയുമ്പോൾ 46.5. ന്റെയും 48ന്റെയും നടുവിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഇതിന്റെ മീഡിയൻ. 45ന്റെയും 46ന്റെയും സെന്ററിൽ വരുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ അതിന്റെ രണ്ടിന്റെയും മീൻ കണ്ടുപിടിച്ചാൽ മതി. മീൻ കണ്ടുപിടിക്കാന്ന് വെച്ചാല് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സം കണ്ടുപിടിച്ചിട്ട് അതിന്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായോ? ഉറപ്പില്ല, ഉറപ്പായിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഈ പ്രോബ്ലം എഴുതിയതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. എന്നിട്ട് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ എന്നൊന്ന് പറ. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിനൊക്കെ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന വാല്യൂസിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നമുക്ക് സെന്റർ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇവിടെ 10 ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ട് സെന്റർ വാല്യൂ എന്ന് പറയുന്നത് 5th ഒബ്സർവേഷന്റെയും 6th ഒബ്സർവേഷന്റെയും നടുവിലായിട്ട് വരുന്നതായിരിക്കും. 5th ഒബ്സർവേഷന്റെയും 6th ഒബ്സർവേഷന്റെയും നടുവിലായിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും ഇതിന്റെ മീഡിയൻ. അത് കണ്ടുപിടിക്കാൻ 5th വാല്യൂന്റെയും 6th വാല്യൂന്റെയും മീഡിയൻ കണ്ടുപിടിച്ചാൽ മതി. 5ഉം 6ഉം അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, 5th വാല്യൂ 6th വാല്യൂ. 45ന്റെയും 48ന്റെയും സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ 45 plus 48 divided by 2 ചെയ്താൽ മതി. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് 46.5 എന്ന് കിട്ടും. That will be the median of these observation. മനസ്സിലായോ? ജസ്റ്റ് ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. $25, $65, $85, $47, $15, $95, $36. 1, 2, 3, 4, 5, 6, 7, 8. 8 നമ്പേഴ്സ് ഉണ്ട്. ഈ 8 നമ്പേഴ്സിന്റെ മീഡിയൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. $25, $65, Miss, $85. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ ഷോണിന്റെയും കറക്റ്റാണ്. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ 15, 25, 36, 47, 52, 65, 85,
95. ഇതില് കറക്റ്റ് സെന്ററിൽ വരുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെ? 47 ആൻഡ് 52. 47 ഉം 52. അപ്പൊ നമ്മൾ മീഡിയം കണ്ടുപിടിക്കുന്ന സമയത്ത് 47ന്റെയും 52ന്റെയും ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. 47 plus 52 divided by 2 is equal to 99 by 2 equal to 49.5. 49.5 ആയിരിക്കും ഇതിന്റെ മീഡിയൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡ് കൂടി പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. മോഡ് എന്ന് വെച്ചാല് വേറെ ഒന്നുമില്ല, നമ്മള് കുറെ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്തിരിക്കുന്ന ഒബ്സർവേഷൻ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. കുറെ ഒബ്സർവേഷൻസ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ കൂടുതൽ ടൈംസ്, ഇപ്പൊ 4 തവണ 3 തവണ എത്ര തവണ കൂടുതൽ ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ മോഡ്. അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഫ്രീക്വൻസി ടേബിൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഫ്രീക്വൻസി ടാലി ബാർസ് ചെയ്തിട്ട് ഫ്രീക്വൻസി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതിനാണോ വരുന്നത് അതായിരിക്കും ആ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ മോഡ്. മോഡിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തേക്ക് നിങ്ങൾക്ക് ഹോംവർക്ക് പേജ് നമ്പർ 67 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദി ഫോളോയിങ്. അതിലൊരു 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ചെയ്യുന്നോ? ഇല്ല. ഓക്കെ, 4 എണ്ണം ചെയ്തു. ആദ്യത്തെ 4 എണ്ണം ചെയ്തു. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് എക്സസൈസ് 4B ഫസ്റ്റ് ക്വസ്റ്റ്യനില് സബ് ക്വസ്റ്റ്യൻ ആദ്യത്തെ 4 എണ്ണം. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, അതിൽ വരുന്ന വേർഡ് പ്രോബ്ലംസ് ഉണ്ട് കുറച്ചെണ്ണം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഹോംവർക്ക് എല്ലാവരും ചെയ്യണേ. ഇന്ന് തന്നെ അയച്ചു തരണേ. ചെയ്താൽ മാത്രം പോരാ, അയച്ചു തരണം. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.